ഡാനി പോൾ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ഡാനി, കൊച്ചി എങ്ങനെയാണ് ഈ ഒരു കൊച്ചിയുടെ പൊതുചിത്രം, തെരഞ്ഞെടുപ്പ് ചിത്രം എവിടെ എത്തി നിൽക്കുന്നു? പ്രചരണം എങ്ങനെ പുരോഗമിക്കുന്നു? അശ്വതി, എറണാകുളം പാർലമെന്റ് മണ്ഡലം ഇതിൽ വളരെ ആദ്യം പ്രഖ്യാപിച്ചത്, തുടക്കത്തിൽ ഏറ്റവും സ്ഥാനാർത്ഥിയായി വന്നത്, ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ കെ ജെ ഷൈൻ്റെയാണ്. CPM-ന്റെ കെ ജെ ഷൈൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് ആദ്യം ആ പ്രഖ്യാപനത്തിലേക്ക് വന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെയും ഈ സ്ഥാനാർത്ഥി സിറ്റിംഗ് MP ആയ ഹൈബീഡൻ തന്നെയാണ് എന്നത് UDF-ൻ്റേതായ നേരത്തെ തന്നെ ഉറച്ച രീതിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് അനൗദ്യോഗികമായി ആ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നീട് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ വലിയ രീതിയിലേക്ക് പ്രചാരണ രംഗത്ത് രണ്ടുപേരും തന്നെ മുന്നോട്ട് പോകുന്നു. ഒപ്പം 2020 സ്ഥാനാർത്ഥി എറണാകുളം മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് രണ്ടിടങ്ങളിലാണ് അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒന്ന് ചാലക്കുടിയിലും ഒന്ന് എറണാകുളത്തുമാണ് ഉള്ളത്. ഇവിടെ അഡ്വക്കേറ്റ് ആന്റണി ജൂഡാണ് മത്സരരംഗത്ത് ഉള്ളത്. ഇവർ മൂന്ന് പേരും ഉള്ളപ്പോൾ സ്വാഭാവികമായി ഉയരുന്ന ചോദ്യം BJP-യുടെ അല്ലെങ്കിൽ NDA-യുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചോ എന്നാണ്. പക്ഷേ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന, ഇന്ന് 3 മണിയോടുകൂടി പ്രഖ്യാപനമുണ്ടാകുമെന്ന് പറയുന്ന ഈ ഒരു ഘട്ടത്തിലും ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ഇതുവരെയും NDA എത്തിയിട്ടില്ല എന്നത് കൗതുകകരമായ ഒരു കാര്യമാണ്. എറണാകുളത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ഇതുവരെ എത്താനായിട്ട് സാധിച്ചില്ല. ഇപ്പോഴും ചർച്ചകൾ തുടർന്നു. പല പേരുകളും അടക്കം ഉയർന്നു വരുന്നുണ്ട്. മേജർ രവിയുടേതടക്കമുള്ള പേരുകൾ വരുന്നു. ഒപ്പം ജില്ലാ പ്രസിഡന്റ് ഷൈജുവിൻ്റെ പേരടക്കം വരുന്നു. പക്ഷേ ഇതൊരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്താനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. എന്തായാലും പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം തന്നെയും അവരുടെ പ്രചാരണ പരിപാടികൾ വളരെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കെ ജെ ഷൈനിലൂടെ മണ്ഡലത്തിൽ ഒരു അട്ടിമറി സൃഷ്ടിക്കാൻ വീണ്ടും കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിലാണ് ഇടത് കേന്ദ്രങ്ങൾ ഉള്ളത്. വളരെ തുടക്കത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെയാണ്. നേരത്തെ പലപ്പോഴും ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഈ പൊതുരംഗത്ത് അത്ര കണ്ട് സജീവമല്ലാത്ത പലരെയും തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന പല കാര്യങ്ങളും തന്നെ ഉണ്ടായിരുന്നു. പലപ്പോഴും കനത്ത രീതിയിൽ തന്നെ അതിനെല്ലാം തന്നെ തിരിച്ചടി നേരിട്ട സന്ദർഭങ്ങളുണ്ട്. പാർട്ടിക്കകത്തു നിന്ന് തന്നെ അതിന് വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടാണ് ഇത്തവണ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയം തന്നെയാണ്. കെ ജെ ഷൈൻ കഴിഞ്ഞ കുറേ അധികം നാളുകളായി വളരെ സജീവമായിട്ട് തന്നെ CPM-ൻ്റെയും മറ്റ് സംഘടനകളിലും എല്ലാം തന്നെയും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം അത്ര പരിചിതം അല്ലാത്തൊരു കാര്യവുമൊന്നുമല്ല. കൗൺസിലറായിട്ട് പറവൂരിൽ അവരുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പ്രചാരണ പരിപാടികൾ തുടക്കത്തിലേ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ രീതിയിലേക്ക് CPM-ൻ്റെ പ്രത്യേകിച്ച് ഇടതുമുന്നണിയുടെ എല്ലാം ചിട്ടയായ ഒരു പ്രചാരണ പരിപാടികളെല്ലാം തന്നെ നമുക്കറിയാം. അത് വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്, വളരെ അടുക്കും ചിട്ടയുമുള്ളതാണ്. ഇതെല്ലാം ശരിയാണെങ്കിൽ കൂടിയും ചില സന്ദർഭങ്ങളിലൊഴികെ മറ്റെല്ലാ സമയത്തും തന്നെയും എറണാകുളം പാർലമെൻറ്റ് മണ്ഡലം എന്നത് എപ്പോഴും UDF-ന്, കോൺഗ്രസ്സിന് ഉറച്ച ഒരു സീറ്റ് തന്നെയാണ്. അത് ഇത്തവണയും അത് ഉറപ്പിക്കും എന്ന വാശിയിൽ തന്നെയാണ് UDF കേന്ദ്രങ്ങളുള്ളത്. പ്രത്യേകിച്ച് ഹൈബി കഴിഞ്ഞ വർഷങ്ങളിൽ നടപ്പാക്കിയ ഒരു പ്രവർത്തനങ്ങൾ, കാര്യങ്ങളും ഇതെല്ലാം തന്നെ അവർക്ക് ഹൈബിക്ക് മുതൽക്കൂട്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. വിവിധ വികസന പദ്ധതികൾ, എറണാകുളം ജനറൽ ആശുപത്രിയുടെ വികസന പദ്ധതികൾ, അങ്ങനെ മറ്റ് കാര്യങ്ങൾ, ഭവന പദ്ധതികളടക്കം MP എന്ന നിലയിൽ നടപ്പാക്കുന്നത്, ഇതെല്ലാം തന്നെയും കൂടുതൽ സ്വീകാര്യത നൽകും എന്ന പ്രതീക്ഷയിലാണുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാളും കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷ UDF കേന്ദ്രങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. ഇനി കൂടുതൽ വ്യക്തമാകേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP-യുടെ ഒരു സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനമാണ്. നിലവിൽ ആരുടെയും തന്നെ പേരുകളിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ്. അതാണ് കേരളത്തെ സംബന്ധിച്ച് ഉറ്റുനോക്കുന്ന മറ്റൊരു മണ്ഡലം തൃശ്ശൂരാണ്, ഡാനി. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയത്തിൽ തൃശ്ശൂർ കൂടി ഒന്ന് എടുത്തു പോകേണ്ടതുണ്ട്. തൃശ്ശൂരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, പ്രചാരണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആരാണ്? പ്രത്യേകിച്ച് NDA-ക്ക് വലിയ ശ്രദ്ധ കൊടുക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. കേന്ദ്രമന്ത്രിമാരടക്കം, കേന്ദ്ര നേതാക്കളടക്കം അങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയൊക്കെ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. അശ്വതി, തൃശ്ശൂർ മണ്ഡലം നമ്മുടെ
ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്നു എന്നതാണ്. കാരണം അവിടെ എന്ത് സംഭവിക്കുന്നു എന്നത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കാണുന്നു. പ്രത്യേകിച്ച് അഭിപ്രായ സർവേകളിലെല്ലാം തന്നെ, വോട്ടെടുപ്പ് സർവേകളിലെല്ലാം തന്നെയും മധ്യ കേരളത്തിൽ ഒരു സീറ്റ് എൻ ഡി എക്ക് ഉണ്ടാകുമെന്ന് പറയുന്നു. അത് ആ ഫോക്കസ് ചെന്ന് നിൽക്കുന്നത് തൃശ്ശൂരിലാണ് കൂടുതൽ സാധ്യതകളിലേക്ക് ചെന്ന് നിൽക്കുന്നത്. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹമായിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്നെല്ലാം തന്നെ അറിയാമായിരുന്നു. പ്രധാനമന്ത്രി തന്നെ അവിടേക്ക് മറ്റു സ്വകാര്യ പരിപാടിയായാലും അതോടൊപ്പം തന്നെ BJPയുടെ ഔദ്യോഗിക പരിപാടിയായാലും അവിടേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ ഈ തുടക്കത്തിലെ തന്നെ ഇളക്കി മറിച്ചിട്ടൊരു ഭൂമികയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അവിടെ ആർക്ക് നേട്ടം കൊയ്യാൻ കഴിയും എന്നതാണ് ഉറ്റുനോക്കുന്നത്. അവിടെ കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം വളരെ അവസാന മിനിറ്റിൽ പ്രഖ്യാപിച്ചുകൊണ്ട് UDF കോൺഗ്രസ് വളരെ നാടകീയമായ രീതിയിൽ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. നിലവിലുണ്ടായ സിറ്റിംഗ് MP TN പ്രതാപനെ തന്നെ മാറ്റിക്കൊണ്ട് അവിടേക്ക് വളരെ നാടകീയമായിട്ടാണ് കെ മുരളീധരൻ കടന്നു വരുന്നത്. അത് മറ്റു പല കാരണങ്ങൾ കൂടിയുണ്ടായിരുന്നു. ഇതിൻ്റെ സഹോദരി BJPയിലേക്ക് പോയതടക്കമുള്ള സാഹചര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അത്തരമൊരു ട്വിസ്റ്റിലേക്ക് തന്നെ നീങ്ങുകയും ചെയ്തു. ഒപ്പം ഇപ്പോഴുള്ള മത്സരരംഗത്തുള്ള LDFൻ്റെ സ്ഥാനാർത്ഥി CPIയുടെ VS സുനിൽകുമാറാണ്. മണ്ഡലത്തിൽ വളരെയധികം സ്വാധീനമുള്ളൊരു വ്യക്തിയാണ്. തൃശ്ശൂരിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അദ്ദേഹം അസംബ്ലിയിലേക്ക് പലതവണ എത്തിയിട്ടുണ്ട്, മന്ത്രിയായിരുന്നു. വിപുലമായ സ്വാധീനങ്ങളും വ്യക്തിബന്ധങ്ങളുമുള്ള VS സുനിൽകുമാർ. അതോടൊപ്പം തന്നെയാണ് കെ മുരളീധരനും മണ്ഡലം അത്ര അപരിചിതമൊന്നുമല്ല, വളരെയധികം വളക്കൂറുള്ള മണ്ണാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിന് അദ്ദേഹത്തിൻ്റെ പിതാവ് K കരുണാകരൻ എല്ലാം തന്നെയും വളരെയധികം വ്യക്തിബന്ധങ്ങൾ ആഴത്തിലുള്ളൊരു ഭൂമി കൂടിയാണ്. ഇതിനെല്ലാം വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഒരു തേരോട്ടം അവിടെ ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ സജീവമായിരുന്നു. വളരെയധികം പേരിലേക്ക് പ്രചാരണ പരിപാടികളുമായി ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇക്കുറി അവിടെ നിന്ന് ഒരു അട്ടിമറി ഉണ്ടാകുമോ എന്നതാണ് കാത്തിരിക്കുന്നത്. അതാണ് കോഴിക്കോട് നിന്നും MS അനീഷ്